ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിസ്റ്റിക് മന്ത്ര. ഇന്നത്തെ വീഡിയോ ഗ്രീൻ ടീ ഉപയോഗിച്ച് വളരെ ഈസിയായി നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കിൻ്റേതാണ്. നമ്മുടെ വീടുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഈ ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ സ്കിന്നിന് ഒരു ബ്രൈറ്റ്നസ്സും ഒരു ഗ്ലോയും തരാനും അതുപോലെ തന്നെ മുഖക്കുരുവൊക്കെ ഉണ്ടായിട്ട് വരുന്ന ചുമന്ന് തടിച്ച പാടുകളൊക്കെ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, ഒരുപാട് ബെനിഫിറ്റ്സ് ഗ്രീൻ ടീക്കുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കൂ. ഇതിൽ ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഈ ഫേസ് പാക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നാച്ചുറൽ റെമഡീസ് ഷെയർ ചെയ്യുന്നൊരു ചാനലാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മൾ 1/2 കപ്പ് വെള്ളം ഇതുപോലെ നന്നായിട്ട് തിളപ്പിക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ഗ്രീൻ ടീ ചേർക്കുക. അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് നേരം കൂടി തിളപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് നന്നായിട്ട് തണിയാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഈ ഒരു സമയത്ത് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പൊടി എടുക്കുക. ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റായിട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1/2 ടീസ്പൂണോളം ചേർക്കാം. ഇനി അതല്ല, നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന സാധാരണ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ അതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഗ്രീൻ ടീ തണുത്തോ നോക്കുക. ഇല്ലെങ്കിൽ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ ആഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഗ്രീൻ ടീ ഇതിലേക്ക് ആഡ് ചെയ്ത് ഇത് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. അപ്പോൾ ഇന്ന് ഇത്ര അളവ് ഗ്രീൻ ടീ എന്ന് പറയുന്നില്ല, നിങ്ങൾ ആവശ്യത്തിന് കുറച്ച് ചേർത്ത് ഇതൊരു നല്ല പേസ്റ്റ് ആവുന്നവരെ ചേർക്കാം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഞാനിത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒത്തിരി നാച്ചുറൽ റെമഡീസ് ഷെയർ ചെയ്യുന്ന ചാനലാണിത്. അതും ഞാൻ അപ്ലൈ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടുന്ന നാച്ചുറൽ റെമഡീസാണ് ഞാൻ ഷെയർ ചെയ്യാറ്. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് കണ്ടു നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ പൊടി രൂപത്തിലുള്ള ഫേസ് വാഷ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കൂ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫേസ് നന്നായി കഴുകി ക്ലീൻ ആക്കിയ ശേഷം നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് ഒന്നെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതുപോലെ കൈവിരൽ ഉപയോഗിച്ചോ മുഖത്ത് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഫേസ് പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് കഴുത്തിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു 10 മുതൽ 15 മിനിറ്റ് വരേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ തന്നെ നമുക്കിത് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഫേസിൽ മുഴുവൻ അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി കഴുത്തിലും കൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു മാസ്ക് അത്യാവശ്യം നല്ല ടൈറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മൾ ഫേസ് പാക്ക് ടൈറ്റായിട്ട് വരുന്ന ഫേസ് പാക്ക് റിമൂവ് ചെയ്യുമ്പം എപ്പോഴും കുറച്ച് വെള്ളം ഉപയോഗിച്ച് ഇതൊന്ന് ലൂസാക്കിയ ശേഷം ഒന്ന് മസാജ് ചെയ്ത് വേണം നമ്മളിത് റിമൂവ് ചെയ്യാനായിട്ട്. അപ്പം നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഫേസിന് ഒത്തിരി ബെനിഫിറ്റ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. കടലപ്പൊടി ഒരു ഡീപ്പ് ക്ലെൻസിങ്ങും ഒരു എക്സ്ഫോളിയേഷൻ എഫക്റ്റാണ് തരുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്. അത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റ് ആക്കാനും ഒരു ഈവൻ ടോൺ തരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ മഞ്ഞൾപ്പൊടിയിൽ ഒത്തിരി ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ്, ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ്, അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടി നമ്മുടെ ഫേസിൽ പുതിയ മുഖക്കുരു വരുന്നത് തടയാനും അതുപോലെ തന്നെ ബ്രേക്ക് ഔട്ട്സ് തടയാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മസാജ് ചെയ്ത ശേഷം വെള്ളം ഉപയോഗിച്ച് കഴുകി കളയുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു സ്മൂത്ത്നെസ് ഫേസിൽ ഫീൽ ചെയ്യും. അതിനുശേഷം നമ്മളൊരു മൈക്രോ ഫൈബർ ടവൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ സാധാരണ ഒരു തോർത്ത് ഉപയോഗിച്ചോ ഫേസ് ഒന്ന് ഡ്രൈ ആക്കുക. അതിനുശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നാച്ചുറൽ മോയ്സ്ചറൈസറാണ്. ഇത് നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. ഒന്ന് കണ്ടു നോക്കൂ. ഒത്തിരി എഫക്റ്റീവായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണിത്. അതിനുശേഷം നിങ്ങൾ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക. നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഫേസ് പാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. ഞാനതൊക്കെ അപ്ലൈ ചെയ്ത് ട്രൈ ചെയ്ത് അതിൻ്റെ റിസൾട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.